നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ തൽഗുപ്പ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. നമ്മളിന്ന് നേരെ തിരിച്ചു പോവാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ജോഗ് വാട്ടർഫാൾസിലൊക്കെ പോയി അടിച്ചു പൊളിച്ച് വന്നു. നല്ല അടിപൊളി കാഴ്ചയായിരുന്നു അവിടെ. നിങ്ങൾ ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നോ. സോളോ ട്രിപ്പ് അടിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണിപ്പോൾ. മൺസൂൺ സമയത്ത് ജോഗ് വാട്ടർഫോൾ കാണാൻ വേറെ തന്നെ ഒരു വൈബാണ്. മൊത്തം പച്ചപ്പ് ഇങ്ങനെ നിറഞ്ഞ് കിഡിലനാണ്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ, കാണണം. അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളത് കണ്ടാൽ മതി. നമ്മളിപ്പോൾ താൽഗുപ്പയിൽ നിന്ന് കയറിയിട്ട് നേരെ അർസിക്കേര ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. അവിടുന്ന് KSRലേക്ക് പോകണോ മൈസൂരിലേക്ക് പോകണോ എന്നുള്ള കാര്യം ഇങ്ങനെ ഡൗട്ടിൽ നിൽക്കുകയാണ്. നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് എന്തായാലും ചെയ്യാം. KSR ബംഗളൂരു അല്ലെങ്കിൽ മൈസൂർ വരെയുള്ള വീഡിയോ ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. 2:50 ഇവിടുന്ന് വണ്ടി എടുക്കുന്നത്. ഇനിയും സമയം ഇഷ്ടം പോലെയുണ്ട്. സമയം ഇപ്പോൾ 12:15 കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ മറ്റേ ജോഗ് വാട്ടർഫാൾസിൻ്റെ വീഡിയോ എടുത്തൊക്കെ ലാപ്പിലേക്ക് മാറ്റിയായിരുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൽഗുപ്പ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെയൊക്കെ മാന്തി പൊളിച്ചിട്ടിട്ടുള്ളത് കേട്ടോ. മൊത്തം ഇങ്ങനെ ചളിയും എല്ലാം ഇങ്ങനെ വൃത്തികേടായി കിടക്കുക. സ്റ്റേഷൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ കണ്ടോ, മഴയും കൂടി പെയ്യുന്നുണ്ട്. മഹാവൃത്തികേടായിട്ട് കിടക്കുക. ഇതെന്താ, പശുവോ എരുമയോ പോത്തോ എന്താ അത്? ഇതൊക്കെ സ്റ്റേഷൻ്റെ ഉള്ളിലാണോ തമ്പുരാനെ? ഞാനവിടെ വെയിറ്റിംഗ് റൂമിലിരുന്നിട്ട് ഫോണും പവർ ബാങ്കൊക്കെ ഒന്ന് ചാർജാക്കി, പിന്നെ ഫോണിലുള്ള കുറച്ച് ഫയൽസ് ലാപ്പിലേക്ക് മാറ്റി, എന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ റേക്ക് ഇവിടെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ലോക്കോ നോക്കാൻ വേണ്ടി പോയില്ല. നല്ല മഴയാണ്, ഇതാണ് നിൽക്കണില്ല മഴ. ഈ കാണുന്ന D1 കോച്ചിൽ 60 വിൻഡോ സൈഡാണ് എനിക്ക് കിട്ടിയത്. ഞാൻ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് ഞായറാഴ്ചയാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ഒരു 2007 മാനുഫാക്ചേർഡ് കോച്ചാണേ. നമ്മുടെ വണ്ടിയിൽ ഇവിടുന്ന് വലിയ തിരക്കൊന്നുമില്ല, അധികം ആൾക്കാരൊന്നുമില്ല. ജനറൽ ആയാലും വലിയ ആൾക്കാരൊന്നുമില്ല. ഇനി ഷിമോഗയൊക്കെ എത്തുന്ന സമയത്ത് ഈ വണ്ടി ഏകദേശം ആൾക്കാർ കയറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അറിയില്ല, നോക്കാം. നമ്മുടെ കോച്ചിൽ ഈ വണ്ടിക്ക് ഡിജിറ്റൽ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് സ്റ്റേഷനെത്തുമ്പോൾ, ഓരോ സ്റ്റേഷനെത്തുമ്പോൾ അതിൻ്റെ പേര് കാണിക്കുമോ എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. അപ്പുറത്തൊരു P7 കിടക്കുന്നുണ്ടോ, കൃഷ്ണരാജപുരത്തിൻ്റെ. അത് നമ്മൾ കഴിഞ്ഞ ദിവസം മൈസൂരിൽ നിന്ന് തലഗുപ്പ വന്ന എക്സ്പ്രസ്സിന് കയറി വന്നതാണേ. ഇന്ന് വൈകുന്നേരം അതേ എക്സ്പ്രസ്സിന് തന്നെ അങ്ങോട്ടേക്ക് കയറ്റി വിടുമായിരിക്കും, മൈസൂരിലോട്ട്. എനിക്ക് കിട്ടിയ സീറ്റ് നല്ല ബെസ്റ്റ് സീറ്റാണേ. ഇവിടെ ഇരുന്ന സമയത്ത് അങ്ങ് കുഴിഞ്ഞു പോകുന്നു. ഇതിനുള്ളിൽ സ്പോഞ്ചൊക്കെ പോയിന്ന് തോന്നുന്നു, കുഷ്യനൊന്നുമില്ല. ഇങ്ങനെ താഴ്ന്നങ്ങ് പോവുക. ദൈവമേ, ദേ ഡിസ്പ്ലേയിൽ ടോം ആൻഡ് ജെറിയുടെ വീഡിയോ, അടിപൊളി. ഞാനത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അയ്യോ, അത് പോയി. നമ്മളിപ്പോൾ പോകുന്ന ഈ വണ്ടിയുടെ നമ്പർ 16205 എന്നാണ്. മൈസൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് എന്നാണ് ഈ വണ്ടിയുടെ പേര്. ഇത് തൽഗുപ്പയിൽ നിന്ന് ഡെയിലി സർവീസ് നടത്തുന്ന വണ്ടിയാണ്. തൽഗുപ്പയിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം 2:50 എടുത്തിട്ട് രാത്രി 10:30 ആവുന്ന സമയത്ത് മൈസൂരിലേക്ക് എത്തും. ഈ വണ്ടി പോകുന്ന റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടുന്ന് നേരെ ഷിമോഗ വഴി ബിരൂർ ജംഗ്ഷൻ അർസിക്കേര പോകും. അർസിക്കേരയിൽ നിന്നിട്ട് നേരെ ഹാസനിലേക്കാണ് ഈ വണ്ടി പോകുന്നത്. ഹാസൻ നിന്നിട്ട് മറ്റേ കൃഷ്ണരാജ സാഗര വഴി നേരെ മൈസൂരിലേക്ക് കയറും. നമ്മൾ ബാംഗ്ലൂർ വഴി വന്നില്ലേ ഇങ്ങോട്ടേക്ക്, ആ വഴിയല്ല ഇത് പോകുന്നത്. ഇത് അർസിക്കേരയിൽ നിന്ന് ഹാസനിലേക്ക് തിരിഞ്ഞിട്ട് നേരെ അങ്ങ് പോകും. അപ്പോൾ സമയം കുറച്ച് മതി മൈസൂർ എത്താൻ വേണ്ടി. ഒരു 7-7.5 മണിക്കൂർ കൊണ്ട് ഇത് മൈസൂരെത്തും തൽഗുപ്പയിൽ നിന്ന്. ഇവിടുന്ന് തൽഗുപ്പയിൽ നിന്ന് മൈസൂരിലേക്ക് ഹാസൻ വഴി മൈസൂരിലേക്ക് 372 കിലോമീറ്ററാണുള്ളത്. അത് 7 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ടാണ് ഈ ഒരു ഇൻ്റർസിറ്റി കവർ ചെയ്യുന്നത്. നമ്മൾ പോകുന്ന ഈ ഒരു ഇൻ്റർസിറ്റിക്ക് മൈസൂരിൽ നിന്ന് ബെലഗാവിയിലേക്ക് പോകുന്ന വിശ്വമാനവ എക്സ്പ്രസ് ആയിട്ട് റേറ്റ് ഷെയറിംഗ് ഉണ്ടേ. ഇതിൻ്റെ ലിങ്ക് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, ആദ്യം ഈ വണ്ടി തലഗുപ്പ ഇൻ്റർസിറ്റി ആയിട്ട് മൈസൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരും. എന്നിട്ട് തിരിച്ച് തലഗുപ്പ നിന്ന് മൈസൂരിലേക്ക് ഇൻ്റർസിറ്റി ആയിട്ട് പോകും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വിശ്വമാനവ എക്സ്പ്രസ് ആയിട്ട് ബെലഗാവിയിലേക്ക് വണ്ടി പോകും. എന്നിട്ട് രാത്രി ബെലഗാവി എത്തിയിട്ട് പിറ്റേന്ന് രാവിലെ മൈസൂരിലേക്ക് വീണ്ടും വിശ്വമാനവ എക്സ്പ്രസ് ആയിട്ട് തന്നെ തിരിച്ചു വരും. എന്നിട്ട് വിശ്വമാനവ എക്സ്പ്രസ് ആയിട്ട് ഇവിടെ മൈസൂർ എത്തിയിട്ട് അതിന് ശേഷം ഇതിൻ്റെ കോച്ചിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് മൈസൂർ കോച്ചിങ് ഡിപ്പോയിൽ കയറ്റും. അങ്ങനെ ആയിരിക്കണം ഇതിൻ്റെ ലിഗ് വരുന്നത്. ഞാനിങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെയാണ് ഏകദേശം കണ്ടത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം. ഇതിലെ സെക്കൻഡ് സിറ്റിംഗ് കോച്ചിൻ്റെ ഉള്ളിലെ വശമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത്യാവശ്യം വൃത്തിയുണ്ട് കേട്ടോ വണ്ടി. മൈസൂർ ഡിവിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണ്. അവരാണ് ഇതിൻ്റെ മെയിൻ്റനൻസും വാഷിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. കുഴപ്പമില്ല, വണ്ടി അത്യാവശ്യം വൃത്തിയുണ്ട്. കറക്റ്റ് 2:50 ആയപ്പോൾ ഇവിടുന്ന് തൽഗുപ്പയിൽ നിന്ന് നമ്മുടെ വണ്ടി എടുത്തു.
കവാടങ്ങളും ആ ഒരു വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. ഇങ്ങനെ പച്ചപ്പ് ഇങ്ങനെ എന്താ ഇങ്ങനെ പരന്ന് കിടക്കുന്ന പച്ചപ്പ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സ്ഥലം ഇത്. ഒരു രക്ഷയില്ല. മൈസൂർ ഇന്റർസിറ്റിയുടെ ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് സാഗര ജംബഗാരു ആണ്. അവിടെ 3:07 വണ്ടി എത്തേണ്ടത്. നമ്മൾ സാഗര എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ റോഡിനപ്പുറത്തായിട്ട് ഒരു അമ്പലം കാണാം. പഴയ അമ്പലം തോന്നുന്നു. അതിൻ്റെ മുകളിലൊക്കെ പുല്ലിങ്ങനെ മുളച്ച് വന്നു. ഇവിടുന്ന് ബാംഗ്ലൂരേക്ക് 353 കിലോമീറ്റർ, തുംകൂര് 283, ചിത്രദുർഗ 185, ശിവമോഗ 73. മൈസൂർ ഇന്റർസിറ്റിയുടെ ആദ്യത്തെ സ്റ്റോപ്പായ സാഗര ജംബഗാരുവിലെത്തി. ജംബഗാരു ഇവിടുന്ന് കുറച്ച് ആൾക്കാർ കയറാനുണ്ട്. 3:07 ഇവിടെ സാഗരയിലെത്തിയിട്ട് 3:09 ഇവിടുന്ന് ഡിപ്പാർട്ടായി. നമുക്ക് ഗ്രീൻ അല്ല സിഗ്നൽ ഉള്ളത്, യെല്ലോ ആണ്. നോക്കിയും കണ്ടു എടുത്തോളി മോനെ. ബിരൂർ ജംഗ്ഷൻ എന്നാണ് ഈ തലഗുപ്പയിലേക്കുള്ള ലൈൻ തിരിയുന്നത്. അവിടെ തൊട്ട് തലഗുപ്പ വരെ സിംഗിൾ ലൈനാണ്, ഡബിൾ ലൈൻ ഇങ്ങോട്ടേക്ക് ആയിട്ടില്ല. പിന്നെ ചില സ്റ്റേഷൻ ഈ ക്രോസിംഗ് സ്റ്റേഷൻ ആയതുകൊണ്ട് അവിടെ ഡബിൾ ലൈൻ ഉണ്ടാവും. ഇവിടെ ഈ ഒരു സാഗര എന്ന് പറയുന്ന സ്റ്റേഷൻ ഒരു ക്രോസിംഗ് സ്റ്റേഷനാണ്, അതുകൊണ്ട് ഇവിടെ ഡബിൾ ലൈൻ ഉണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ ട്രാക്ക് സ്വിച്ച് ആവുന്ന ഇവിടെ കൊണ്ടുപോയി ചവിട്ടി. ട്രാക്ക് സ്വിച്ച് ആയില്ലേ, മാറ്റിയില്ലേ അവർ, എന്താണെന്നറിയില്ല. അവിടെയാണ് നിർത്തിയിട്ടുള്ളത്. നമ്മൾ ആനന്ദപുരം എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷൻ എത്തി. ആനന്ദപുരം എന്ന് പറയാം, ഇവർ ലോക്കലി ആനന്ദപുര എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. നേരത്തെ തലഗുപ്പയിൽ നിന്നൊക്കെ അവർ പറയുന്ന കേട്ടു. ഇപ്പുറം കിടക്കുന്ന വണ്ടി ഷിമോഗയിൽ നിന്ന് തലഗുപ്പയിലേക്ക് വന്നൊരു പാസഞ്ചറാണേ, അതുമായിട്ട് ക്രോസിംഗ് ഉണ്ട് ഇവിടെ വെച്ചിട്ട്. ഇവിടെ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലൊക്കെ വലിയൊരു മരം പൊളിച്ച്. 3:37 ആനന്ദപുരം എത്തേണ്ടത് 3:39 എത്തിയത്. എന്നിട്ട് 3:42 ആയപ്പോൾ ഇവിടുന്ന് ഡിപ്പാർട്ടായി. നമ്മുടെ ലോക്കോ ഒരു WDP 4D ലോക്കോയാണ് കേട്ടോ. ഇതിങ്ങനെ വളഞ്ഞു പോകുമ്പോൾ ആ ലോക്കോ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്.
സാലു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേഷൻ എത്തി. ഓൺ ടൈമാണ്. ഇവിടെ 4 മണിക്ക് എത്തേണ്ടത് കറക്റ്റ് 4 മണിക്ക് എത്തി. എന്നിട്ട് 4:01 ഇവിടെ നിന്ന് ഡിപ്പാർട്ടും ആയി. WDP 4Dയുടെ പിക്കപ്പ് ഉണ്ടോ നിങ്ങൾ? എന്താ അല്ലേ, സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം കഴിയുമ്പോഴേക്ക് സ്പീഡ് കയറി. നമ്മൾ ഷിമോഗ ടൗൺ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ എത്തേണ്ട ടൈം 4:45. ഇവിടെ 4:42 ആയപ്പോഴെത്തി. ഒരു 3 മിനിറ്റ് ബിഫോർ ടൈം അടിച്ചിട്ടെത്തി. ഇനി ഇവിടുന്ന് 4:45 എടുക്കുള്ളൂ. സോറി, 4:50. ജംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കടൂർ ജംഗ്ഷനിലെത്തി. ഇവിടെ 6:04 എത്തേണ്ടത് 6:16 ആയപ്പോഴെത്തിയ. ഇവിടുന്ന് ഡിപ്പാർട്ടായി. ഇപ്പോൾ ഈ കടൂർ ജംഗ്ഷൻ എന്നാണ് ചിക്കമംഗളൂരുവിലേക്ക് പോകുന്ന ലൈൻ തിരിഞ്ഞിട്ട് പോകുന്നത്. ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് ആ ലൈൻ പോകുന്നത്. ആ സൈഡൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് കാണിച്ചു തരാൻ വേണ്ടി പറ്റില്ല. നമ്മളങ്ങനെ അർസിക്കര ജംഗ്ഷനിലെത്തിട്ടാ. ഇവിടെ 6:40 നമ്മളെ വണ്ടി എത്തേണ്ടത് 6:47 എത്തിയപ്പോൾ ഒരു 7 മിനിറ്റിൻ്റെ ഡിലേ ഉണ്ട്. ഇനി ഈ വണ്ടി ഇവിടുന്ന് നേരെ റൈറ്റ് എടുത്തിട്ട് ഹാസനിലേക്ക് പോകുന്ന ലൈനിലേക്ക് കയറും. എന്നിട്ട് ഹാസനിലേക്ക് പോയിട്ട് പിന്നെ അവിടുന്ന് കൃഷ്ണരാജസാഗര വഴി മൈസൂരേക്ക്. ഞാനിവിടുന്ന് KSR ബംഗളൂരുവിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു. ഹൊസപ്പേട്ടയിൽ നിന്ന് KSR ബംഗളൂരുവിലേക്ക് പോകുന്നൊരു പാസഞ്ചർ ഉണ്ട്. അതിവിടെ 6:55 എത്തേണ്ടതാണ്. അതൊരു അരമണിക്കൂറിന് മുകളിൽ ലേറ്റാണ്. ഇപ്പോൾ കാണിക്കുന്നത് ഒരു 7:30 7:35 ആവുന്ന സമയത്ത് ഇവിടെ എത്തുള്ളൂ എന്നാണ്. എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കട്ടെ പുറത്ത് പോയിട്ട്. ഇവിടെ നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റിങ്ങനെ വീശുന്നു. ചെവിയൊക്കെ ഇങ്ങനെ തണുത്തിട്ട് ഇങ്ങനെ മരവിച്ച പോലെ ആയിപ്പോയി. ഞാൻ ഇവിടെ അർസിക്കര സ്റ്റേഷൻ്റെ പുറത്തോട്ട് വന്നതാണേ. എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട്. സ്റ്റേഷൻ ഞാൻ കാണിച്ചു തരാം, എനിക്ക് വിശന്നിട്ട് വയ്യ. ഇവിടെ ബാറൊക്കെ ഉണ്ടല്ലോ, ബാറ് ലോഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഫാസ്റ്റ് ഫുഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഉണ്ടാവാൻ കേട്ട്. ഞാൻ ഇവിടെ കയറിയിട്ട് ബിരിയാണി മേടിച്ചു കേട്ടോ. ബിരിയാണി, പിന്നെ അതിൻ്റെ കൂടെ എന്തോ ഒരു ചാറ് കറി എന്തോ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതെന്താ, തൈരാന്ന് തോന്നുന്നു, തൈര്, സലാഡ്. കഴിച്ചു നോക്കട്ടെ എന്നിട്ട് പറയാം. അത്രയും ബിരിയാണി കഴിച്ചാൽ എത്ര രൂപയായെന്ന് അറിയോ? വെറും 100 രൂപയായുള്ളൂ കേട്ടോ. ഞാൻ വിചാരിച്ചൊരു 100-150 രൂപ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. ഒരു 3-4 പീസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരുപാട് ക്വാണ്ടിറ്റി ചോറും ഉണ്ടായിരുന്നു. എന്നിട്ട് 100 രൂപ എടുത്തുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെയോ കുറച്ച് ചോറും ചെറിയ 2 പീസും 140 രൂപ 150 രൂപയൊക്കെയാണ് മേടിക്കുന്നത്. കണ്ട് പഠിക്ക്. ബിരിയാണിയും കുഴപ്പമില്ലാത്ത ബിരിയാണിയാണേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് അത്രയും വിശന്നുകൊണ്ടാണോ എന്നറിയില്ല, ഞാനത് ഫുള്ള് ആ പാത്രം വടിച്ചു വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് അർസിക്കര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനെ. ഇത് മറ്റേ അമൃത് ഭാരത് സ്റ്റേഷൻ്റെ ഭാഗമായിട്ട് റീഡെവലപ്മെൻറ്റ് വർക്കൊക്കെ നടക്കുക. ഈ ഒരു ഭാഗത്ത് പണി നടക്കുന്നുണ്ട്, പിന്നെ ആ ഒരു ഭാഗത്ത് പണി നടക്കുന്നുണ്ട്. KSR ബംഗളൂരു നിന്ന് ഷിമോഗയിലേക്ക് പോകുന്നൊരു ജനശതാബ്ദിയാണ് ഇവിടെ വന്നത്. WP7 ആയിരുന്നു അതിൻ്റെ ലോക്കോ.
6:55 എത്തേണ്ട വണ്ടി ഇപ്പം 7:42 ആയപ്പോൾ ഇത് എവിടെ എത്തിയിട്ടുണ്ട്. ഹൊസപ്പേട്ട KSR ബംഗളൂരു പാസഞ്ചർ. എല്ലാ കോച്ചിലും നല്ല തിരക്കാണല്ലോ. എവിടെ കയറും നോക്കാം, എന്തായാലും പോയല്ലേ പറ്റൂ. ഏതോ ഒരു കോച്ചിൽ വന്ന് കയറിയിട്ടുണ്ട്. നമുക്ക് KSR ബംഗളൂരു എത്തിയിട്ട് കാണാം കേട്ടോ. വീഡിയോ ഷൂട്ട് ചെയ്യുന്നൊന്നും നടക്കുമൊന്നുമില്ല. അങ്ങനെ നമ്മളിവിടെ KSR ബംഗളൂരു എത്തി. 10:45 സമയത്ത് നമ്മളെ വണ്ടി എത്തി. ചിക്കബനവാരൊക്കെ എത്തിയപ്പോഴാണ് അതിലെനിക്ക് സീറ്റ് കിട്ടിയത്. വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റൂലായിരുന്നു, മൊത്തം നല്ല തിരക്കായിരുന്നു. കുറേ ആൾക്കാർ താഴെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നേ, അതുപോലത്തെ തിരക്ക്. പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല, ആകെ മടുത്തുപോയി, ക്ഷീണം പിടിച്ചു. ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണം. അപ്പോൾ എനിക്ക് കാണാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ KSR ബംഗളൂരു എറണാകുളം ഇൻ്റർസിറ്റിയുടെ ഒരു കിടിലൻ വീഡിയോ ആണ്. അപ്പം ആ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.